ഹലോ സ്റ്റുഡൻസ്, പ്ലസ് ടുവില് എല്ലാ സ്റ്റുഡൻസും ഏറ്റവും കൂടുതൽ പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ. സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ എല്ലാ ടീച്ചേഴ്സും ഈ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടാവും. നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഒരുപാട് സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. എസ്പെഷ്യലി പ്ലസ് ടു CBSE സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 6 മാർക്കിന്റെ ചോദ്യം, അതൊരു 3-4 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോണത്. ഷെയർ എങ്ങനെ എളുപ്പമായിട്ട് പഠിക്കാം, ബേസിക്സും കാര്യങ്ങളും എല്ലാം എങ്ങനെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് ഈ വീഡിയോ സെഷനിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോ എന്താണ് ഷെയർ, കമ്പനി എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോയിട്ടും നമുക്ക് കാര്യമില്ല. നമുക്ക് ഈസി ആൻഡ് സിമ്പിൾ വേയില് കുറച്ച് ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ ടാക്കിൾ ചെയ്യാം. ഒരു വലിയ പ്രോറാറ്റ, യെസ് യു ഹേർഡ് ഇറ്റ് റൈറ്റ്, പ്രോറാറ്റ എന്നുള്ളത് ഒരു വില്ലനായിട്ട് എല്ലാ ആൾക്കാർക്കും തോന്നാറുണ്ട്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നല്ല ലെങ്ത് ഉണ്ട്, മനസ്സിലാവണില്ല, എവിടേക്കോ എന്തൊക്കെയോ കത്തുന്നുണ്ട്, പക്ഷെ കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷം ആൾക്കാരുടെയും പ്രശ്നമായിട്ട് വരുന്നത്. അതൊക്കെ നമുക്ക് പരിഹരിക്കാം കേട്ടല്ലോ. അപ്പൊ നമുക്ക് സമയം ഒട്ടും കളയണ്ട, നമുക്ക് തുടങ്ങിയാലോ.